മുണ്ടക്കൈ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് തൃക്കൈപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 50 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ. ആകെ 105 വീടുകളാണ് മുസ്ലിം ലീഗ് പുനരധിവാസത്തിന്റെ ഭാഗമായി ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. നിലവിൽ 50ഓളം വീടുകളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. പെയിന്റിംഗ് ഉൾപ്പെടെ കഴിഞ്ഞു. എല്ലാ വീടുകൾക്കും ആവശ്യമായ റോഡ്, വൈദ്യുതി, കുടിവെള്ളം എന്നിവയുടെ ജോലി അതിവേഗത്തിൽ നടന്നു വരികയാണ്. 1000-ലധികം സ്ക്വയർ ഫീറ്റിൽ 2ാം നില നിർമ്മിക്കാൻ പാകത്തിനാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അന്ന് തുടക്കം മുതൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ട് ഇതിനാവശ്യമായ ഫണ്ടുകൾ ശേഖരിച്ച് സൗകര്യങ്ങൾ ചെയ്യുകയും അവരുടെ പുനരധിവാസത്തിന് ആവശ്യമായ ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ ഏതാണ്ട് 105 അപേക്ഷകൾ പരിഗണിച്ചതായിട്ട് പാർട്ടി തീരുമാനിച്ച് ആ വിവരങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭവനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഒരു കൊല്ലം ഏതാണ്ട് ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ആ വീടിൻ്റെ ഏതാണ്ട് 50 വീടിൻ്റെ പണി പൂർത്തിയായി. ഈ മാസം 28-ാം തീയതി ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തബാധിതർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു പാർട്ടി എന്ന നിലക്ക് ഒരുപക്ഷെ ഈ ജില്ലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് പരിഗണനയ്ക്ക് അതീതമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള സംതൃപ്തി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ ശ്രമിച്ചിടത്തോളമുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി അത് പൂർണ്ണതയിലെത്തുകയാണ്. തീർച്ചയായിട്ടും ബാക്കി വീട്ടിൻ്റെ പണി പൂർത്തിയാക്കി ഏതാണ്ട് 2-3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മുഴുവൻ വീടിൻ്റെയും താക്കോൽദാനം നടത്തണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 22-ാം തീയതി ആദ്യഘട്ടത്തിൽ 50 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ലീഗ് നേതൃത്വം. ന്യൂസ് 1 മുട്ടിൽ.